ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സോളാർ ഇൻവെർട്ടർ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ കണക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഇൻവെർത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്ര എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ സോളാർ ഇൻവെർട്ടറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ അതിന് മുന്നേ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ഫ്രണ്ട് പാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത്. അതായത് ഫ്രണ്ട് പാനൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം വാട്ട്സ് എത്രയാണ് 1500 VA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1500 VA എന്നാണ് അതിൻ്റെ ടോട്ടൽ വാട്ട്സ് വരുന്നത്. ടോട്ടൽ വാട്ട്സ് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ എന്ന് പറയുന്ന കാൽക്കുലേഷനിൽ കുറച്ചുകൂടി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്കതെങ്ങനെയാണ് നോക്കാം. ഇതാണ് ഇതിൻ്റെ വരുന്ന UPS മോഡും അതുപോലെ തന്നെ സാധാ നോർമൽ മോഡിലേക്ക് ഇടുന്ന സ്വിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന പ്ലസ് മൈനസ് വോൾട്ടേജാണ് വരുന്നത്. 12 വോൾട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് മെയിൻ ഔട്ട്പുട്ടും ഇൻപുട്ടും വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതാണ് ഇൻപുട്ട് വരുന്നത്. നമ്മൾ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫേസ്, ന്യൂട്രൽ, എർത്ത് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടും വരുന്നുണ്ട്. അതിൻ്റെ ഇൻവെർട്ടർ ഔട്ട് ഇത് വരുന്നത് സോളാർ പാനലിൽ നിന്നും ഇന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോളാർ പാനലിൽ നിന്ന് DC വോൾട്ടേജിൻ്റെ പ്ലസ് അതുപോലെ തന്നെ മൈനസ്. ഇനി സോളാർ പാനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സോളാർ മോഡിലേക്ക് നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഉണ്ട്, ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, അത് നമുക്കൊന്ന് കണക്ട് ചെയ്തിടണം. ഇനി വാട്ടേജ് കാര്യങ്ങൾ, പാനൽ കൊടുക്കുന്ന വാട്ടേജ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് പാനൽ 12 വോൾട്ടിൻ്റെ പാനൽ തൊട്ട് 24 വോൾട്ടിൻ്റെ പാനൽ കൊടുക്കാൻ നമുക്ക് കറണ്ട് കപ്പാസിറ്റി 30 to 15 ആമ്പിയറാണ്. പിന്നെ പാനൽ നമുക്ക് കൊടുക്കാവുന്നത് 100 വാട്ടിൻ്റെ തൊട്ട് 350 വാട്ട് വരെ നമുക്ക് മാക്സിമം കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം, ഈ പാനലിൽ കൊടുക്കാം. അതിനുള്ള കപ്പാസിറ്റിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കമ്പനി അവലോഡ് ചെയ്യുന്നിരിക്കുന്നത്. അതിൻ്റെ സോളാർ പാനലിലേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ടൈമിലെല്ലാം സോളാർ പാനലിൽ നിന്ന് ചാർജ് ആവുകയും ചെയ്യും. നമുക്കല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ സോളാർ പാനലിൽ നിന്നുള്ള സിസ്റ്റം ഉപയോഗിച്ചിട്ട് പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നതിനും പറ്റും. പിന്നെ രാത്രിയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യാനും നമുക്ക് സോളാർ പാനൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇന്ന് ചാർജ് ചെയ്യുന്ന പിന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യുന്ന നോക്കാം. അത് വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ എർത്ത് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് എർത്ത് തന്നെ കൊടുക്കുക. പിന്നെ ഇപ്പോഴും ന്യൂട്രൽ, ലെഫ്റ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഫേസും ഒരിക്കലും മാറിപ്പോകാതെ നോക്കണം. റൈറ്റ് സൈഡ് വന്നിരിക്കുന്നത് ഫേസാണ് വന്നിരിക്കുന്നത്. അതായത് ഇൻവെർട്ടറിൻ്റെ ഇന്ന് എന്ന് മാർക്ക് ചെയ്തതിന് സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട. ഇൻവെർട്ടറിന് ഇന്ന് മാർക്ക് ചെയ്തതിന് സ്ഥലത്താണ് നമ്മുടെ പ്ലസ് സോക്കറ്റിൻ്റെ 3 പിൻ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് കൊടുക്കുക. ന്യൂട്രൽ മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ അതായത് ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളത് കൊടുക്കുക. 3 പിന്നിൻ്റെ ലെഫ്റ്റ് കൊടുക്കുക. പിന്നെ എർത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് അതും കൊടുക്കുക. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു 3 പിന്ന് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇൻവെർട്ടർ ഔട്ട് എന്ന് സെപ്പറേറ്റ് ഒരു വയർ ഉണ്ടാവും. ആ വയർ നമ്മൾ ഇതുപോലെ തന്നെ 3 പിന്നായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പ്ലഗ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ MRPയും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ ഇൻവെർട്ടറിൻ്റെ മാത്രം റേറ്റ് വരുന്നത് 15,500 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. ബാറ്ററി നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഏകദേശം ഒരു 16-17 രൂപ ആ റേഞ്ച് ബാറ്ററി വരുന്നുണ്ട്. സോളാർ ബാറ്ററിയും വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അത് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.